കൊയിലാണ്ടി നിയോജക മണ്ഡലം ബി.ജെ.പി. സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ട് പ്രചരണങ്ങളൊക്കെ? പ്രചരണങ്ങളൊക്കെ നന്നായി നടക്കുന്നു. കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം കൊയിലാണ്ടിയിൽ വലിയ മാറ്റം വേണമെന്ന് കൊയിലാണ്ടിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. കൊയിലാണ്ടി പോലെ വലിയ സാധ്യതകളുള്ളൊരു മണ്ഡലം, ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളുണ്ട് കൊയിലാണ്ടിയിൽ. കാരണം കൊയിലാണ്ടി എന്ന് പറയുന്നത് കോരപ്പുഴ മുതൽ മൂരാട് പുഴ വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു കോസ്റ്റൽ ബെൽറ്റാണ്. ഇവിടെ കാപ്പാട് ബീച്ചുണ്ട്, അത് കഴിഞ്ഞാൽ ഉരുപുണ്യകാവുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തിക്കോടി ഡ്രൈവിംഗ് ബീച്ചുണ്ട്, മിനി ഗോവയുണ്ട്, പയ്യോളി ബീച്ചുണ്ട്, അതുപോലെ വെള്ളിയാങ്കല്ലുണ്ട്. ബാക്ക് വാട്ടർ ടൂറിസത്തിൻ്റെ സാധ്യതകളായിട്ടുള്ള അകലാപ്പുഴ, കോരപ്പുഴ, അതുപോലെ തന്നെ കണയങ്കോട് പുഴ, ഈ സാധ്യതകളെ മാത്രം പ്രയോജനപ്പെടുത്തിയാൽ ഈ കൊയിലാണ്ടിയുടെ തലവര മറ്റൊന്നാകുമായിരുന്നു. ഒന്ന് പറഞ്ഞാൽ വിദേശ ടൂറിസ്റ്റുകൾ ഒഴുകിയെത്താൻ എല്ലാ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ഈ കൊയിലാണ്ടി എന്ന് പറയുന്നത്. പക്ഷേ കൊയിലാണ്ടിയുടെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയിട്ടേ ഇല്ല. അപ്പം ഞങ്ങളുടെ മനസ്സിൽ ഈ കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പദ്ധതി തന്നെ എൻ.ഡി.എയുടെ മനസ്സിലുണ്ട്, ബി.ജെ.പിയുടെ മനസ്സിലുണ്ട്. കൊയിലാണ്ടിയുടെ നട്ടല് എന്ന് പറയുന്നത് മത്സ്യബന്ധന മേഖലയാണ്, മത്സ്യത്തൊഴിലാളികളാണ്. പക്ഷേ കൊയിലാണ്ടിയുടെ മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടിണിയും പരിവട്ടവും മാത്രമേ ഉള്ളൂ. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പദ്ധതിയും കാര്യമായി ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. പിന്നെ മാത്രമല്ല, ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിലുള്ള കേന്ദ്രങ്ങളില്ല. ഇവിടുത്തെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തുമെന്ന് എല്ലാ തെരഞ്ഞെടുപ്പിലും പറയുന്നതാണ്, ഇതുവരെയാക്കിയും ഉയർത്തിയിട്ടില്ല. എന്നുവെച്ചാൽ പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഈ കൊയിലാണ്ടിക്കില്ല. 140 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മണ്ഡലമാണ് ഇന്ന് കൊയിലാണ്ടി. അപ്പോൾ കൊയിലാണ്ടിയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി കൊയിലാണ്ടി ഏറ്റവും മികച്ച മണ്ഡലമാക്കി മാറ്റാനുള്ള പൂർണ്ണമായിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. കൊയിലാണ്ടിയിലെ ആശുപത്രിയെ സംബന്ധിച്ച്, ഉന്നത വിദ്യാഭ്യാസം സംബന്ധിച്ച്, കൊയിലാണ്ടിയിൽ മികച്ച തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാത്തിനെയും പറ്റി കൃത്യമായ കൊയിലാണ്ടിക്ക് വേണ്ട മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് കൊയിലാണ്ടിയിലെ വോട്ടർമാർക്ക് നന്നായിട്ടറിയാം. LDFിനെയും UDFിനെയും മാത്രമാണ് പിന്തുണച്ചിട്ടൊരു ചരിത്രമാണ് കൊയിലാണ്ടിക്കുള്ളത്. അപ്പോൾ അതിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ കൊയിലാണ്ടിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, അവർ മന്ത്രിമാരായവരുണ്ട്. സംസ്ഥാനം ഭരിക്കുന്ന സമയത്ത് പോലും കൊയിലാണ്ടിക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? ഞാൻ ഈ പറഞ്ഞ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കൊന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള കൈത്തൊഴിലുകളുണ്ട്, ഇവിടെ മൺപാത്ര നിർമ്മാണമുണ്ട്, നെയ്ത്തുണ്ട്. ഇപ്പോഴും ആ നെയ്ത്ത് ശാലയിലൊക്കെ പോകുന്ന സമയത്ത് സങ്കടം വരികയാണ്. ഒരു ഫേന് പോലും ഇല്ലാതെ 100 കണക്കിന് അമ്മമാർ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം, കുടിവെള്ളമില്ലാത്ത സ്ഥലങ്ങളുണ്ട്, സ്വന്തമായി കിടപ്പാടമില്ലാത്ത ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ കൊയിലാണ്ടിയിലെ ജനങ്ങൾ നരകതുല്യമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത്. ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഉൾനാടൻ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. കൊയിലാണ്ടിക്ക് ഇത് മതി എന്നുള്ള ധിക്കാരപരമായ സമീപനമാണ് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്കുണ്ടായത്. അത് തീർച്ചയായിട്ടും കൊയിലാണ്ടിക്ക് ശാപമോക്ഷം കിട്ടാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഈ ഡീൽ വിവാദം ഉണ്ടല്ലോ, SDP വിഷയമായാലും അത് അവർ പരസ്പരമാണ് LDFും UDFും ആണ് ഉന്നയിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയുക? നോക്കൂ, മഞ്ചേശ്വരത്ത് UDF STPയുടെ വോട്ടിന് വേണ്ടി നടക്കുകയാണ്. നേമത്തെ STPയുടെ വോട്ട് ഞങ്ങൾക്കാണ് എന്ന് അഭിമാനപൂർവ്വം പറയുകയാണ് CPMൻ്റെ നേതാക്കന്മാർ. എന്ന് പറഞ്ഞാൽ ശിവൻകുട്ടി ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ, MA ബേബി ഉൾപ്പെടെ, MA ബേബി ആണല്ലോ ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ താത്വികാചാര്യൻ, MA ബേബി ഉൾപ്പെടെ STPയുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നില്ലല്ലോ. എന്ന് പറഞ്ഞാൽ മുസ്ലിം മത തീവ്രവാദ ശക്തികളെ പ്രീണിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആശങ്കപ്പെടുന്നത് ഇനിയൊരു ഒരു മാറാട് കലാപം പോലുള്ള കലാപങ്ങൾ ഇവിടെ ആവർത്തിക്കുമോ എന്നുള്ള പേടിയാണ് തീരദേശ മേഖലയിലുള്ളവർക്ക്. കഴിഞ്ഞ ദിവസം തീരദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ പ്രീണനം, ഈ രാജ്യത്തെ സംഘർഷം ഉണ്ടാക്കാൻ, ഈ രാജ്യത്തെ അഖണ്ഡതയെ തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശക്തികളുമായി ഡീലുണ്ടാക്കുന്നത് ഇത്തരം ആളുകളാണ്. CPMനും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരേ ഒരു താല്പര്യമേ ഉള്ളൂ, BJP ഏത് വിധേനയും തോൽപ്പിക്കുക എന്നുള്ളത്. ഡീൽ അവർ തമ്മിലാണ്. അപ്പോൾ ഇത്തരം മത തീവ്രവാദ സംഘടനകൾ കൂടി അവരുടെ കൂടെ ചേരുന്ന സമയത്ത് കേരളം വലിയ ആശങ്കയിലാണ്. വീണ്ടും കലാപങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ്. മറ്റൊരു കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്നത്, കാരണം ഇവിടുത്തെ MP ഷാഫി പറമ്പിലാണ്. ഇവിടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വിഷയമുണ്ടായ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് നിർത്തിയത് ഷാഫി പറമ്പിലാണ്, രാഹുലിൻ്റെ ആശാനാണ്. അതേ ആശാൻ്റെ മറ്റൊരു ശിഷ്യനാണ് ഇപ്പോൾ വേറൊരു പെൺകുട്ടിയെയും ഉപദ്രവിച്ചിരിക്കുന്നത്, പീഡിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഏറ്റവും ഗുരുതരമായ ആരോപണം എന്ന് പറയുന്നത്, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഹോട്ടൽ മുറിയിൽ നിന്ന് ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് ഈ MPയെ വീഡിയോ കോളിൽ വിളിച്ചു എന്നാണ്. അപ്പോൾ വീഡിയോ കോളിൽ വിളിച്ച് ഈ പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തിരിക്കുന്നു. എത്ര ഗുരുതരമായിട്ടുള്ള മൊഴിയാണ്! എന്തുകൊണ്ടാണ് ഈ വടകര MPയെ ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന വാർഡ് മെമ്പറെ, അവിടുത്തെ മെമ്പറെ സംരക്ഷിക്കുന്നത് ഈ ആശാനല്ലേ? അപ്പോൾ സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന ആശാനാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് ഷാഫി പറമ്പിലിനെ അടിയന്തരമായി ചോദ്യം ചെയ്യണം. ഇത്തരത്തിലുള്ള കേസുകളിൽ
ഷാഫി പറമ്പിലിൻ്റെ പങ്ക് എന്താണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്, അമ്മമാർക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ മാന്യതയുടെ മുഖംമൂടി ഇട്ടുകൊണ്ട് ഇതിലൂടെ നടക്കുകയാണ്. അപ്പോൾ ഈ മാന്യതയുടെ മുഖംമൂടി പിച്ചു ചീന്തണം, ഷാഫി പറമ്പിലിനെ ചോദ്യം ചെയ്യണം. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുള്ള വിഷയമാവും. അമ്മമാരുടെ വോട്ട്, അഭിമാനമുള്ളവരുടെ വോട്ട്, അത് കോൺഗ്രസിന് കിട്ടില്ല, CPM-നും കിട്ടില്ല. എന്താണ് മെയിനായിട്ട് നൽകുന്നൊരു വാഗ്ദാനം കൊയിലാണ്ടിക്ക് വേണ്ടി? കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം കൊയിലാണ്ടിയുടെ സമഗ്രമായ മാസ്റ്റർ പ്ലാനാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. കൊയിലാണ്ടിയുടെ ടൂറിസം മേഖലയാണ് ഒന്നാമത്തെ ഊന്നൽ കൊടുക്കുന്നത്. കൊയിലാണ്ടി ലോക ടൂറിസം ഭൂപടത്തിൽ ഈ കൊയിലാണ്ടി അടയാളപ്പെടുത്തപ്പെടും. എൻ്റെ കൊയിലാണ്ടിയിലേക്ക് ലോകത്തെമ്പാടുമുള്ള ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തും. മറ്റൊന്ന്, ഇവിടെ ഒരു സ്റ്റേഡിയം പോലും അന്താരാഷ്ട്ര നിലവാരത്തിലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനോ ഇല്ല. ഇവിടെ പയ്യോളിയിലും അതുപോലെ തന്നെ കൊയിലാണ്ടിയിലും 2 സ്റ്റേഡിയങ്ങൾ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള 2 സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കും. അതുമാത്രമല്ല, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളില്ല, അതുപോലെ തന്നെ തൊഴിലവസരങ്ങളില്ല. അതുകൊണ്ട് ഇവിടെ മികച്ച തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ ഈ കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുവരും. കൊയിലാണ്ടിയുടെ എല്ലാ ഘടകങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. കൊയിലാണ്ടിയുടെ മുഖച്ഛായ മാറും. ഇവിടെ നിന്ന് ജനപ്രതിനിധിയായി നിയമസഭയിലേക്ക് എത്തുന്നത് എൻ്റെ ശബ്ദത്തിനല്ല, ഈ കൊയിലാണ്ടിയിലെ ഇത്രയും നാൾ ശബ്ദമില്ലാതായി പോയവരുടെ ശബ്ദത്തിന് വേണ്ടിയാണ്. അവരുടെ ശബ്ദമാകാനാണ് ഞാൻ നിയമസഭയിലേക്ക് പോകുന്നത്. കൊയിലാണ്ടിയുടെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളുണ്ടാകും. കൊയിലാണ്ടിയിൽ NDA BJP അട്ടിമറി വിജയം നേടും. കൊയിലാണ്ടിയിൽ BJP അട്ടിമറി വിജയം നേടുമെന്നാണ് പ്രഫുൽ കൃഷ്ണ പറയുന്നത്. ക്യാമറമാൻ അനുരാഗിനൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്.